Hello human, it's me, Octopus. Welcome to my world. ദയവ് ചെയ്ത് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. കാണുന്നവർ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അജയൻ്റെ രണ്ടാം മോഷണം, കിഷ്കിന്ധാകാന്ഡം, അതിൻ്റെ പോലെ കൊണ്ടൽ, 3 സിനിമകളാണ്. നിങ്ങൾക്ക് ഈ ഓണത്തിന് ഈ 3 സിനിമകളും കാണാം, വ്യക്തമായും കാണാൻ പറ്റും. ഇതിലാര് വിജയിക്കും എന്ന് പറയാനായിട്ട് ഓരോരുത്തരും കാണുന്ന ഒരു വ്യത്യസ്തത ഓരോരുത്തരുടെ മൈൻഡിൻ്റെ ഇത് വെച്ച് മാത്രമേ പറയാൻ കഴിയുള്ളൂ. കാരണം വിഷ്വൽ എഫക്ട്സ് കൊണ്ട് കൊണ്ടലും അജയൻ്റെ രണ്ടാം മോഷണവും മുൻപന്തി നിൽക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു ജോണറിലാണ് കിഷ്കിന്ധാകാന്ഡം എടുത്തു വച്ചിരിക്കുന്നത്. അത് വെറൈറ്റി ആയിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷേ അത് എല്ലാവർക്കും ദഹിക്കണമെന്നില്ല. പക്ഷേ അജയൻ്റെ രണ്ടാം മോഷണം വർക്ക് കൊണ്ടും വിഷ്വൽസ് കൊണ്ടും അഭിനയത്തിൻ്റെ ഇതുകൊണ്ടും ടൊവിനോയുടെ വെറൈറ്റി തീയായിട്ടുള്ള അഭിനയം കൊണ്ടും അത് മുൻപന്തി നിൽക്കുന്നു. കൊണ്ടലിൽ പിന്നെ സാധാരണ അറിയാമല്ലോ, അത് ഫൈറ്റ് ആയിരിക്കും, പക്ഷേ കടലിൻ്റെ വിഷ്വൽസും വർക്കും കൊണ്ട് നല്ലതാണ്. ഈ 3 സിനിമകളും കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴത്തേക്കും എനിക്ക് 3 സിനിമകൾ ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ കാണുന്ന വ്യത്യസ്തത നിങ്ങളുടെ മൈൻഡിൻ്റെ പ്രത്യേകത പോലെ ഇരിക്കും ഈ സിനിമകളുടെ 3 പ്രത്യേകതകളും. വിഷ്വൽസാണ് നോക്കുന്നതെങ്കിൽ കൊണ്ടലും അജയൻ്റെ രണ്ടാം മോഷണം കാണുക. അത് രണ്ടിലും ഏറ്റവും നല്ലതായിട്ട് നോക്കുന്നുവെങ്കിൽ, അടിപ്പടം കാണാനാണ് കൂടുതലും പോകുന്നതെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ കൊണ്ടൽ കാണാൻ പോവുക. അല്ലാതെ വിഷ്വൽസും അടിയും വർക്കും എല്ലാ തരത്തിലും കൂടെ നോക്കുമ്പോഴാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് അജയൻ്റെ രണ്ടാം മോഷണം തന്നെയാണ്. പക്ഷേ ഈ 3 സിനിമകളും ഓണത്തിന് കണ്ണുടച്ച് പോയി കാണാം. കാരണം വ്യത്യസ്തമായ സിനിമകളാണ് മലയാളത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇറങ്ങുന്നത്. 3 സിനിമയും 3 ജോണറിലുള്ള സിനിമകളാണ്. ഈ 3 സിനിമകളും നിങ്ങൾക്ക് കാണാം ഓണത്തിന്. പ്രത്യേകിച്ച് അജയൻ്റെ രണ്ടാം മോഷണം നല്ല സിനിമയാണ്. കൊണ്ടലും കിഷ്കിന്ധാകാന്ഡവും